ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. യു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വാര്യർ പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. അങ്ങനെ മലയാളികൾ ആവേശത്തോടെ കാത്തിരുന്ന റിലീസ് ചിത്രം രാവണപ്രഭു തിയേറ്ററിലേക്ക് എത്തി. ആദ്യത്തിന് തന്നെ ചിത്രം കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. ലുല്ലു കൊച്ചിയിലാണ് ചിത്രം കണ്ടത്. ഏതായാലും വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. കാരണം ടി വിയിൽ ഒരുപാട് റിപ്പീറ്റ് അടിച്ച് കണ്ട ചിത്രമാണ് രാവണപ്രഭു എന്നത്. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് രാവണപ്രഭു പുറത്തിറങ്ങിയതാട്ടെ 2001 ഓണക്കാലത്തായിരുന്നു. അതും മമ്മൂട്ടിയുടെ രാജരാജാവിനോട് ക്ലാഷ് വെച്ച് തന്നെ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി, അതുവരെയുള്ള റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ചൊരു ചിത്രമായി രാവണപ്രഭു മാറി. അതിനുള്ള എല്ലാം ആ ചിത്രത്തിൽ രഞ്ജിത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചിത്രം എൻ്റർടൈൻ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ആ ചിത്രം എൻജോയ് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് തന്നെ ലാലേട്ടൻ എന്ന മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ താരത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വാഗും കാര്യങ്ങളും സ്ക്രീൻ പ്രസൻസും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ്, ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ആ ഒരു ചിത്രം കൾട്ടായിട്ട് മാറിയിരിക്കുന്നതും എത്ര തവണ കണ്ടാലും മടുക്കാത്ത ഒരു ആക്ഷൻ സിനിമ, ഒരു മാസ് മസാല ആക്ഷൻ സിനിമയാണ് രാവണപ്രഭു എന്നത്. അപ്പം ഒരിക്കലും അത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത് തിയേറ്ററിൽ കാണണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതങ്ങനെ അവസാനം നിറവേറി എന്ന് പറയാം. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് സാധിച്ചു. പക്ക തിയേറ്റർ വൈബ്. ഇത് അന്ന് 2001 തിയേറ്ററിൽ കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരെന്ന് പറയാം. വർഷങ്ങൾക്കിപ്പുറം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞത് തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ അടിപൊളിയായിരുന്നു എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇൻട്രോയും കാര്യങ്ങളും പിന്നെയുള്ള ആ സോങ്ങും പിന്നെ ഇൻ്റർവെല്ലും സിറ്റിങ്ങിനെ എടുത്തിട്ട് അലക്കുന്നതും ഇൻ്റർവെല്ലും കാര്യങ്ങളുമൊക്കെ അടിപൊളിയായിരുന്നു. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ 2001 ഡയലോഗ്സാണ്. പക്ഷേ ഇപ്പോഴും ഈ 2025 നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ രീതിയിലുള്ള ഡയലോഗ്സാണ് അന്നേ രഞ്ജിത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരിക്കലും ബോറടിക്കാത്ത, ലാഗടിക്കാത്ത ഒരു അടിപൊളി തട്ടുപൊളിപ്പൻ ചിത്രം രാവണപ്രഭു. ചോട്ടമുമ്പേ റിലീസിന് പോയപ്പോഴാണ് ഇനിയുള്ള ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം കാണണമെന്ന് തോന്നിയത്. അത് രാവണപ്രഭു ആണ് റിലീസ് എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം. രാവണപ്രഭുവിൻ്റെ ലാലേട്ടൻ്റെ ഓരോ ഡയലോഗ്സും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോയി, ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. ഏതായാലും മംഗളശ്ശേരി കാർത്തികേയനും നീലകണ്ഠനും കാർത്തികേയനും കൂടെ അടിച്ച് തൂക്കിയാണെന്ന് പറയാം. 2025 ഓൾറെഡി മോഹൻലാലിൻ്റെ വർഷമാണ്. അദ്ദേഹത്തിന് കിരീടത്തിൽ മറ്റൊരു പൊന്തുകൾ കൂടെ എന്ന് പറയാം രാവണപ്രഭു റിലീസ്. ഏതായാലും കേരളത്തിലെ തിയേറ്ററിലെല്ലാം നല്ല തിരക്കാണ്. ഇനി ശനി ഞായറും ഒക്കെ നല്ല രീതിയിൽ ക്രൗഡ് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒട്ടനവധി പ്രാവശ്യം ഈ ചിത്രം TV യിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് വേറൊരു ലെവലാണെന്ന് പറയാം. സവാരിക്കിരിക്കിരി എന്നുള്ള ഡയലോഗും കാര്യങ്ങളും പിന്നെ BGM കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നിന്. പിന്നെ ഇതിൽ പൊളിറ്റിക്സ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തികേയന് പറ്റിയ ഫീൽഡ് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞ് പിന്നെ ലാലേട്ടൻ്റെ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടമായതുകൊണ്ടും സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടൊക്കെ ആവാം ആ ഒരു സംഭവം ഒഴിവാക്കിയെന്ന് തോന്നുന്നു. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവണപ്രഭു കണ്ടപ്പോൾ കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.